ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടും കാര്യങ്ങളിലൊന്ന് മാറ്റി വെക്കണം, പിന്നെ ഇതിൻ്റെ ഉൾഭാഗങ്ങളിലൊന്ന് വൃത്തിയാക്കണം, അങ്ങനെയായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സെല്ലാം ഉണ്ടായി മുട്ടയിടാൻ വെച്ചത്, അതുകൊണ്ട് ഇവർ ചിക്കി ചകഞ്ഞത് ഇങ്ങനത്തെ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. കുറേ കച്ചറയും കാര്യങ്ങളിലും എടുത്ത് മാറ്റാറുണ്ട്, അപ്പോൾ എല്ലാം കൂടി എടുത്ത് മാറ്റുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. നമ്മൾ ഈ കുഞ്ഞിക്കോഴി ഇട്ടിട്ടില്ല ഈ ഒരു കൂടില്ലേ, അതിനെ ഒന്ന് നമ്മൾ പൊടി തട്ടി എടുക്കാൻ വേണ്ടി പോവേനെ. ഹൈടെക് കൂടൊന്നല്ല, എന്നാലും കുറച്ചെല്ലാം ഹൈടെക് മാതിരി തന്നെ. അത് തൽക്കാലം നമുക്ക് നമ്മുടെ ബീവിത്രേറ്റി കോഴിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ കൂടും പരിസരം വൃത്തിയാക്കലും കൂടെടുത്ത് മാറ്റി വെക്കലും കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഒന്ന് വൃത്തിയാക്കണം. ഇതിൻ്റെ ഉള്ളിലും ഫുള്ളും കച്ചറിയായിട്ടേ ഉള്ളത്. ഇവരിപ്പോൾ ഇളക്കി വിടാത്തതുകൊണ്ട് ഇവരെല്ലാം കൂടെ തട്ടിത്തെറിപ്പിച്ചത് അലങ്കോലമൊക്കെ എടുത്തിട്ടേ ഉള്ളത്. ഈ മുട്ടിയും ബക്കറ്റിലും എന്താ ഇങ്ങ് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അതിനകത്തുണ്ടായി മരപ്പൊടിയെല്ലാം താഴെ കിടക്കുന്നത് എല്ലാം തട്ടിത്തെറിപ്പിച്ച് അലങ്കോലാക്കി വെച്ചിട്ടുണ്ടായിന് ഇവരിതാ. പേപ്പർ ഇതാ ഞാൻ ഈ മേൾഭാഗത്ത് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായ പേപ്പറാണ്. എനിക്കൊന്ന് എലിയോ എന്തോ തട്ടി താഴേക്ക് ഇട്ട് കൊടുത്തു, ബാക്കി ഇവർ ഇങ്ങനെ ആക്കി വെച്ച്. അപ്പോൾ ഇന്ന് ഫുൾ ഇത് വൃത്തിയാക്കൽ പരിപാടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത്രയും വൃത്തികേടായിട്ടേ കൂട്. മരപ്പൊടിയൊന്നും കളയുന്നൊന്നുമില്ല, മേലത്തെ ഈ ചപ്പും ചവറിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ അവരെ ആ കൂടും കൂടെ ഒന്ന് വൃത്തിയാക്കണം അതിൻ്റെ ഒന്നിച്ച്. അപ്പോൾ ഇന്ന് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ഇടാനുള്ള ബക്കറ്റാണ്. മുട്ട രണ്ടാണ്ട് ഇതുപോലെ താരവരി ഇട്ടിട്ടുണ്ടായത്, അത് ഞാനെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ടയുടെ ബക്കറ്റ് ഞാനെടുത്ത് ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മരപ്പൊടി ഇട്ട് കൊടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കയറി മുട്ട ഇട്ടോളും. ഇനിയിപ്പോൾ തട്ടാണ്ടിരിക്കാൻ വേണ്ടി ഓടെല്ലാം ചാരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ നിൽക്കുവാന്നറിയില്ല, നോക്കാം. ഏതായാലും ഇട്ട് കൊടുക്കട്ടെ. മരപ്പൊടി ഇട്ട് കൊടുത്ത് 2 മുട്ട ഇട്ട് വെച്ചതുണ്ടായിനി, അതും കൂടെ അതിനകത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട ഇടുന്ന ആളിനി ഒരു മുട്ടയിടട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കട്ടെ വേഗം. നെറ്റിനൊന്നും കുടുങ്ങി തോലും കാര്യങ്ങളൊന്നും വരുന്നില്ല. തൽക്കാലം എടുക്കട്ടെ, പേപ്പറിലടിച്ചെടുക്കും. ഇത്രയും കച്ചറയുണ്ട് കേട്ടോ, ഇതെല്ലാം ഒന്ന് വാരിക്കളട്ടെ. ഇനി ഇങ്ങനെ ഈ ഒരു ഭാഗത്തെ ക്ലീനിങ് കഴിഞ്ഞ് ഇനിയുണ്ട് അത്രേ. ഇപ്പുറത്തെ ഭാഗത്ത് കുറച്ചും കൂടി ഇതുപോലെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ മുട്ടപ്പാത്രം കേട്ടോ ഇതായി കാണുന്നത്. എന്നാലും കുറേ ആൾ ട്രയലേക്ക് ഇടുന്നില്ലു, 1-2 ആൾ ഇതായി മൂലക്കാന്ന് ഇടല്. അതുകൊണ്ട് ഈ കൂടും കൂടെ ഒന്ന് വൃത്തിയാക്കണം. ഇന്നലെ വാഴയിലെ എന്താ പറയുക, കാമ്പല്ല, വാഴൻ്റെ തടി ഞാൻ കൊണ്ടിട്ട് കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒരുപാടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇനി അടുത്തത് അത് വൃത്തിയാക്കാൻ വേണ്ടി കയറട്ടെ. അപ്പോൾ ഇത് രണ്ടാമത്തെ കൂടും വൃത്തിയാക്കി എങ്ങനെയായിട്ടുണ്ട് കേട്ടോ. അതല്ലേ മരപ്പൊടിയൊന്നും മാറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തായാലും മേലിലെ കച്ചറ മാത്രമല്ല ഒന്ന് അടിച്ചു വാരി എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നാമത് ഞാൻ വാഴര തടി അങ്ങനെ കൊണ്ടിട്ടതുകൊണ്ട് അതിൻ്റെ നാര് അങ്ങനെ തിന്നിട്ട് അതിൻ്റെ നാരിങ്ങനെ വലിഞ്ഞ് നടന്നാൽ അത് മാത്രമേ വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതന്നേരം ഈ മണ്ണിൻ്റെ അപ്പുറം അല്ല ഈ മരപ്പൊടിയുടെ അപ്പുറം ഇങ്ങനെ മിക്സായിട്ട് ഫുള്ള് ചളിപൊളിയാണൊക്കെ ഉണ്ടായി. ഇപ്പോൾ അടിച്ചോടെ എടുക്കുമ്പോഴത്തേക്ക് നിലയിലൊന്ന് അടിപൊളിയായി. കോഴികളെല്ലാവരും തീറ്റുന്നോണ്ടൊക്കെ കേട്ടോ. ഇപ്പം എനിക്ക് ഇവരുടെ അടുത്ത് നിന്ന് ഡെയിലി ഒരു 10 മുട്ട വീതം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ. എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷേ ഇത് മൊത്തത്തിൽ 21 കോഴിയാണ് ഇല്ലത്. എത്ര കിട്ടുന്നൊന്നും അറിയില്ല. ഇങ്ങനെ ആയതുകൊണ്ട് ഇവരെ കുറേ എനർജി നഷ്ടമാകുന്നതുകൊണ്ടെല്ലാം മുട്ട കുറയുന്നെല്ലാം കുറേ കമൻസ് എല്ലാം വന്നിട്ടുണ്ടായിനി. അപ്പോൾ പരിചയ സമ്മേളനം ഓരോന്ന് പറയുന്നല്ലേ. അപ്പോൾ ഇവരെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഒരു ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളെല്ലാം തുടങ്ങിയത്. ഇനി വേറെ ഫസ്റ്റ് വൃത്തിയാക്കാൻ തുടങ്ങിയ സ്ഥലം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ രാവിലെ വൃത്തിയാക്കാൻ തുടങ്ങിയ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് വൃത്തിയാക്കൽ എന്ന് വെച്ചാൽ ഈ കൂട് ശരിക്ക് അങ്ങോട്ട് ആടെ ആ ഒരു സ്ഥലത്താണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. താഴെ നമ്മളൊരു കുറച്ച് കുഞ്ഞിക്കോഴികളുണ്ട് താഴെ. ഇതിൻ്റെ നിലത്തൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. താഴെ എന്തെങ്കിലും വന്ന് പിടിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. തൽക്കാലം ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മളെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഒരു 13 ആളും അമ്മച്ചും എല്ലാവരും സേഫായിട്ട് തന്നെയുണ്ട്. പിന്നെ ഈ ഒരു കൂട് മുന്നേ ഇല്ലതാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീവിത്രേറ്റി കോഴികൾക്ക് എന്തായാലും ഹൈടെക് വേണം. ഇത് ഹൈടെക് ഒന്നല്ല, കുറച്ച് കംപ്ലൈൻ്റ് എല്ലാം ഉണ്ട് അത്രേ. നോർമൽ കൂടാകുന്നത് തീറ്റപ്പാത്രം ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ കമ്പി ഇതെല്ലാം പോയതാണ്. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ വെള്ളത്തിൻ്റെ
നിപ്പിൾ ഡ്രിങ്കർ ഫിറ്റാക്കാൻ ഒരു ബക്കറ്റ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിവിടെ ഫിറ്റാക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിപ്പിൾ ഡ്രിങ്കറൊന്നും ഇല്ല, അതെല്ലാം ഒന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടാകുമ്പോൾ വിവിധ കോഴികൾ ഇങ്ങോട്ടേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലെങ്കിലും മുട്ടയുടെ എണ്ണം കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണേ, വേറൊന്നുമല്ല. 10 എണ്ണമല്ലേ കിട്ടുന്നില്ല ഇപ്പം മുട്ട. അപ്പോൾ ഇതിനകത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എണ്ണം കൂടുമോ ഇല്ലയോ എന്നെല്ലാം നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് നിന്നിട്ടുള്ളത്. കൂടിൻ്റെ ചുറ്റോടും ഇങ്ങനെ വലയെല്ലാം ഇട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് കൂടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കയറി പോകുന്നില്ല. വലയെല്ലാം മോശമായി, എല്ലാം മാറ്റണം. ഇനിയെല്ലാം വേനൽ വന്നാലേ മാറ്റാൻ കഴിയൂ. ഇനിയിപ്പം പിടിക്കുകയോ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റും വെള്ളവും ചെളിയും കച്ചറയെല്ലാമാണ്. ഈ സൈഡ് പ്രശ്നമില്ല, പക്ഷെ ബാക്ക് സൈഡ് മൊത്തം ചെളിയും കച്ചറലായതുകൊണ്ട് അങ്ങോട്ട് കയറാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ നിൽക്കട്ടെ എന്ന് ജസ്റ്റ് ആയുള്ളത്. വേനൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്നും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.